ഹലോ, ഇന്നിങ്ങനെ റൂമിലൂടെ നടന്നപ്പോൾ മണി പ്ലാന്റ് കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് മണി പ്ലാന്റിനെ പറ്റി പറയാമെന്ന്. മണി പ്ലാന്റ് ഒരുപാട് പേരിൽ അറിയപ്പെടാറുണ്ട് കേട്ടോ. അതിൽ ഒരു പേരാണ് ഡെവിൾസ് ഐവി. അങ്ങനെ വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതിനെ കൊല്ലാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഒട്ടും സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടു വെക്കുകയോ അല്ലെങ്കിൽ ഇത്തിരി പോലും വെള്ളം കൊടുക്കാതെയൊക്കെ വെച്ചാലും ഇത് നന്നായിട്ട് തന്നെ വളർന്നു നിൽക്കും. ഇങ്ങനെ വളർന്നു നിൽക്കുമെന്ന് മാത്രമല്ല, ഇത് നന്നായിട്ട് എയർ പ്യൂരിഫൈ ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ എയർ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെടികളുടെ പേരായിട്ട് നാസ പുറത്ത് വിട്ട ലിസ്റ്റിൽ ഈ പറയുന്ന മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇതിന് നമുക്ക് വെള്ളത്തിലോ മണ്ണിലോ ഒരേപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ വീടിൻ്റെ അകത്തോ വീടിൻ്റെ പുറത്തോ ഇതിനെ സെറ്റ് ചെയ്യാം. വീടിൻ്റെ പുറത്താണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 40 അടി വരെ പൊക്കത്തിൽ ഇത് വളരും. അതേസമയം വീടിൻ്റെ ഉള്ളിലാണ് നമ്മളിത് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ 10 അടി വരെ ഇത് വളരും. ഇത് മനുഷ്യർക്ക് ഭയങ്കരമായിട്ടുള്ള വെൽത്ത് കൊണ്ടുവരും എന്നാണ് വിശ്വസിക്കുന്നത്. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. എങ്കിലും ഇതിനകത്ത് വിഷത്തിൻ്റെ അംശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളോ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ ഇത് കടിച്ചാൽ ചിലപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മണി പ്ലാന്റിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. പോത്തോസ് എന്നാണ് ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നൊരു പേര്. അതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ മണി പ്ലാന്റുകളൊക്കെ പൂവിടും. പക്ഷേ അത് ഭയങ്കര റെയറായിട്ടാണ് കേട്ടോ. പക്ഷേ എന്നാലും അതിൻ്റെ അകത്ത് പൂവുണ്ടാവാറുണ്ട്. അപ്പോൾ മണി പ്ലാന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്കിതിനെ അറേഞ്ച് ചെയ്യാവുന്ന രീതികളൊക്കെ നോക്കാം കേട്ടോ. അതൊക്കെ വരും വീഡിയോയിൽ നമുക്ക് കാണാവേ. ബൈ ബൈ.